ഒരാഴ്ചക്കാലം നടന്ന സംഭവവികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ വിദ്യാർത്ഥിനിയായ ജാസ്ലിയ ജോൺസന്റെ ദാരുണമായ അന്ത്യവും ദേശസുരക്ഷയുടെ ആകാശകരുത്തായ സുഖോയ് 30 MKI യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ട് 2 പൈലറ്റുമാരുടെ വിയോഗവും ആനക്കാംപോയിൽ തുരങ്കപാതയുടെ ചരിത്രപരമായ തുടക്കവും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ A. പത്മകുമാറിന്റെ ജയിൽ മോചനവുമാണ് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങൾ. ഒരു കുടുംബത്തിന്റെ അത്താണിയാകാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്ന എടവനക്കാട് സ്വദേശി ജാസ്ലിയ ജോൺസന്റെ അകാല മരണം കേരളത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് അങ്കമാലിയിലുണ്ടായ കാറപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ജാസ്ലിയ തന്റെ അവയവങ്ങൾ ദാനം ചെയ്തുകൊണ്ട് മരണശേഷവും മാതൃകയായി. അതേസമയം റോഡ് സുരക്ഷയെക്കുറിച്ചും അപകട സമയത്ത് പാലിക്കേണ്ട മാനുഷികമായ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ജാസ്ലിയയുടെ മരണം. അമിത വേഗതയിൽ വന്ന വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ ഡോക്ടറായ സിറിയക് കാർ നിർത്താതെ പോയതും സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. നിയമലംഘനത്തിനപ്പുറം ഒരു ജീവൻ രക്ഷിക്കാൻ ബാധ്യസ്ഥനായ വ്യക്തി തന്നെ അപകടമുണ്ടാക്കി നിർത്താതെ പോയെന്നത് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഫെബ്രുവരി 28-ന് വൈകിട്ട് അങ്കമാലി ടെൽക്ക് ജംഗ്ഷന് സമീപം വെച്ചാണ് ജാസ്ലിയയ്ക്ക് അപകടം സംഭവിച്ചത്. പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്തിരുന്ന ജാസ്ലിയ ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ അമിത വേഗത്തിൽ വന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജാസ്ലിയയെ ആലുവ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ മാർച്ച് 3-ന് രാവിലെ 6:30-യോടെ ഡോക്ടർമാർ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും തല്ലിക്കെടുത്തിയ ഈ അപകടം പ്രാദേശികമായി വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. തങ്ങളുടെ ഏക മകളുടെ വേർപാടിലും മാതൃകാപരമായ തീരുമാനമാണ് മാതാപിതാക്കൾ സ്വീകരിച്ചത്. ജാസ്ലിയയുടെ കരൾ, 2 വൃക്കകൾ, നേത്രപടലങ്ങൾ എന്നിവ ദാനം ചെയ്തു. ഇതുവഴി 4 പേർക്ക് പുതിയ ജീവിതം നൽകിക്കൊണ്ടാണ് ജാസ്ലിയ യാത്രയായത്. സർക്കാർ ഏജൻസിയായ കേസ് ഓട്ടോ വഴിയാണ് അവയവദാന പ്രക്രിയകൾ പൂർത്തിയാക്കിയത്. സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് വിപുലമായ അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ വിവിധ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് അപകടമുണ്ടാക്കിയ കാറിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത്. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ഒടുവിൽ ഡോക്ടർ സിറിയക്കിലേക്ക് എത്തിച്ചേർന്നു. കോട്ടയം അതിരമ്പുഴ സ്വദേശി ഡോക്ടർ സിറിയക് ഒരു ഹൗസ് സർജനാണെന്ന് കണ്ടെത്തി. കാർ ഓടിച്ചിരുന്നത് ഇദ്ദേഹം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തുടർന്ന് നടന്ന പരിശോധനയിൽ കാറിൽ അപകടത്തിന്റെ പാടുകൾ കണ്ടെത്തുകയും ഫോറൻസിക് ഉദ്യോഗസ്ഥർ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. ഇതോടെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി ഡോക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡോക്ടർ സിറേക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ കുടുംബം പ്രതികരിച്ചു. വളരെ സന്തോഷമുണ്ട്. കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി. മാധ്യമപ്രവർത്തകർക്ക്, കേരള പോലീസിന്, ഞങ്ങളുടെ വീട്ടുകാർക്ക്, കൂട്ടുകാർക്ക്, നാട്ടുകാർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. മോർണിംഗ് സ്റ്റാറിലെ കുട്ടികളോട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ അച്ഛന്മാരോട്, ഇടവകയില അച്ഛനോട്, നമ്മളുടെ കൂട്ടുകാരോട് എല്ലാവരോടും നന്ദി. വിശദാംശങ്ങളുമായി വാഗമണിലെ ആ റിസോർട്ടിൽ നിന്ന് പുള്ളിനോട് എന്താണ് അങ്ങനെ ചെയ്ത് അന്നാരും അങ്ങനെ ഇല്ല. ശരിക്കും ഒരു ഡോക്ടറായാല് ജീവൻ രക്ഷിക്കണ്ടേ. അതിന് പകരം പുള്ളി ഒന്നുമില്ലാത്തവര് ജസ്റ്റ് എന്തോ ഒരു സാധനം ഓടിച്ച് തെറിപ്പിച്ചോട്ടവര് പോയതാണ്. എന്നിട്ട് എന്തു പറയാനാണ്, എല്ലാവരുടെയും ജീവന് വിലയുണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലാവണം. ഇനി ആരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടുമെന്ന് എല്ലാവർക്കും അറിയണം. ഈ കേസിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിയുടെ തൊഴിലും പെരുമാറ്റവുമാണ്. ഒരു ഡോക്ടർ എന്ന നിലയിൽ അപകടത്തിൽപ്പെട്ട വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷ നൽകാനോ ആശുപത്രിയിൽ എത്തിക്കാനോ ഉള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ സഹായം നൽകുന്നതിന് പകരം നിയമത്തിനെ പിടികൊടുക്കാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചത് വൈദ്യശാസ്ത്ര രംഗത്തെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ്. അപകടം സംഭവിക്കാം, എന്നാൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്ന സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. അതേസമയം കുറ്റവാളിക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നും റോഡുകളിൽ പരിശോധന കർശനമാക്കണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ വലിയ തോതിലുള്ള സമരങ്ങൾ നടത്തിയിരുന്നു. ദേശസുരക്ഷയുടെ ആകാശകരുത്തായ സുഖോയ് യുദ്ധവിമാനം തകർന്നു വീണ വാർത്ത ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത്.
സാങ്കേതിക തികവും കരുത്തും ഒരുപോലെ സമ്മേളിച്ച ഒരു യുദ്ധവിമാനം തകരുക എന്നതിലുപരി രാജ്യത്തിന് പകരം വെക്കാനില്ലാത്ത 2 ധീരരായ പൈലറ്റുമാരെയാണ് ഈ അപകടത്തിലൂടെ നമുക്ക് നഷ്ടമായത്. വ്യാഴാഴ്ച രാത്രിയാണ് വ്യോമസേനയുടെ 47ാം സ്ക്വാഡ്രണിൽപ്പെട്ട വിമാനം അപകടത്തിൽപ്പെട്ടത്. അസമിലെ ജോർഹട്ട് വ്യോമത്താവളത്തിൽ നിന്ന് പതിവ് പരിശീലനത്തിനായി പറന്നുയർന്ന വിമാനത്തിന് റഡാറുമായുള്ള ബന്ധം നഷ്ടമാവുകയായിരുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വനമേഖലയിൽ നടന്ന അതിശക്തമായ തിരിച്ചലിനൊടുവിൽ വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായത്. കുന്നിൻ പ്രദേശങ്ങളും നിബിഡ വനങ്ങളും നിറഞ്ഞ കാർബി ആംഗ്ലോങ്ങിലെ ഭൂപ്രകൃതി രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. സ്ക്വാഡ്രൺ ലീഡർ അനുജ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പൂർവേഷ് ദുരഗ്ഗർ എന്നിവരാണ് ഈ അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും കരുത്തുറ്റ ആയുധങ്ങളിലൊന്നാണ് റഷ്യൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച സുഖോയ് 30 MKI. ദീർഘദൂര ആക്രമണങ്ങൾക്കും പ്രതിരോധത്തിനും ഒരുപോലെ പ്രാപ്തമായ ഈ വിമാനങ്ങൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തിന്റെ നട്ടെല്ലാണ്. എന്നിരുന്നാലും ഇത്തരം അത്യാധുനിക വിമാനങ്ങൾ പോലും അപകടത്തിൽപ്പെടുന്നത് ഗൗരവകരമായ ചർച്ചകൾക്ക് വഴി തുറക്കുന്നുണ്ട്. അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ വ്യോമസേന കോർട്ട് ഓഫ് ഇൻക്വയറി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാറാണോ അതോ പ്രതികൂല കാലാവസ്ഥയാണോ ദുരന്തത്തിന് പിന്നിലെന്ന് ഈ അന്വേഷണത്തിലൂടെ വ്യക്തമാകും. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ വിപ്ലവകരമായ കുതിച്ചുചാട്ടമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിൽ നിർണായക ഘട്ടത്തിന് തുടക്കമായിരിക്കുകയാണ്. 2026 മാർച്ച് 6 വെള്ളിയാഴ്ച പദ്ധതിയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റ് സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന നിമിഷമാണ്. സ്വപ്നത്തിൽ പോലും പലരും കാണാതിരുന്നൊരു പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്. മണിക്കൂറുകളോളം വയനാട്ടിലെത്താൻ കാത്തു നിൽക്കുന്ന ജനത ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ വയനാട്ടിൽ എത്തിപ്പെടുമെന്നുള്ള അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ നിന്നും ഈ കേരളം കൂടുതൽ അടുത്തിരിക്കുകയാണ്. കേരളത്തിന്റെ സമസ്ത മേഖലകളിലും ഇതിന്റെ പ്രതിഫലനം വളരെ പോസിറ്റീവായി ഉണ്ടാകും എന്നുള്ളതൊരു വസ്തുതയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞത് ഒന്നും ആവർത്തിക്കുന്നില്ല. ഒട്ടേറെ പ്രതിസന്ധികളും ചില പ്രയാസങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ബ്ലാസ്റ്റിംഗ് അനാവശ്യ വിവാദങ്ങൾക്കും പ്രതിസന്ധികൾക്കും നേരെയുള്ള ബ്ലാസ്റ്റിംഗ് കൂടിയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ജനം ആഗ്രഹിച്ച ഒരു പദ്ധതിയുടെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഇച്ഛാശക്തിയുടെ സംസ്ഥാന സർക്കാരിന്റെയും കിഫ്ബി എന്ന പൊന്മുട്ടയുടെ താറാവിന്റെയും കൂട്ടായ്മയുടെ വിജയമാണ് പദ്ധതി. ഇത് ജനകീയ വിജയമാണ്. ഒരു 30 കൊല്ലം അപ്പുറത്തേക്കുള്ള കേരളത്തെ ഇപ്പോൾ കാണാനാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. വളരെ സന്തോഷത്തോടു കൂടി ഇതിന്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് നടത്താൻ അതിന്റെ സ്വിച്ച് ഓൺ നിർവഹിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ക്ഷണിക്കുന്നു. കേരളത്തിന്റെ മലയോര മേഖലയുടെ വികസന കുതിപ്പിനെ ആക്കം കൂട്ടുന്ന വിപ്ലവകരമായ പദ്ധതിയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ദശകങ്ങളായി വയനാട് നേരിടുന്ന ഗതാഗത ക്ലേശങ്ങൾക്ക് ശാശ്വത പരിഹാരമായി വിഭാവനം ചെയ്ത ഈ പദ്ധതിയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചതോടെ കേരളത്തിന്റെ സ്വപ്നപാത യാഥാർത്ഥ്യത്തിലേക്ക് ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ്. വയനാടിനെ ബാക്കി കേരളവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ താമരശ്ശേരി ചുരം നേരിടുന്ന വെല്ലുവിളികളാണ് ഇത്തരമൊരു ബദൽ പാതയുടെ ആവശ്യകത വർദ്ധിപ്പിച്ചത്. അതിശക്തമായ ഗതാഗത കുരുക്ക്, മഴക്കാലത്തെ മണ്ണിടിച്ചിൽ, വീതി കുറഞ്ഞ ഹെയർപിൻ വളവുകൾ എന്നിവ കാരണം ചുരം വഴിയുള്ള യാത്ര പലപ്പോഴും ദുസ്സഹമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരമെന്ന നിലയിലാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ തുരങ്കപാത നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഏകദേശം 8.7 കിലോമീറ്റർ നീളമുള്ള ഈ പാതയിൽ 8.1 കിലോമീറ്ററും ഇരട്ട തുരങ്കങ്ങളാണ്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഇത് ഇന്ത്യയിലെ തന്നെ നീളം കൂടിയ തുരങ്കപാതകളിൽ ഒന്നായി മാറും. 2134.5 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിക്ക് കിഫ്ബി വഴിയാണ് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നത്.
പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ അത്യാധുനികമായ ടണൽ ബോറിംഗ് സാങ്കേതികവിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ പാത യാഥാർത്ഥ്യമാകുന്നതോടെ നിരവധി ഗുണഫലങ്ങളാണ് മലബാറിനെ കാത്തിരിക്കുന്നത്. കോഴിക്കോട് നിന്നും വയനാട്ടിലേക്കുള്ള യാത്രാ സമയത്തിൽ ഏകദേശം 1.5 മണിക്കൂറോളം കുറവുണ്ടാകും. നിലവിലെ പാതയേക്കാൾ 30 കിലോമീറ്ററോളം ലാഭിക്കാൻ യാത്രക്കാർക്ക് സാധിക്കും. വയനാടിന്റെ ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഇത് കൊണ്ടുവരും. കൂടുതൽ സഞ്ചാരികൾക്ക് എളുപ്പത്തിൽ വയനാട്ടിലെത്താൻ ഇത് സഹായകരമാകും. കാർഷിക ഉൽപ്പന്നങ്ങളുടെയും മറ്റു നീക്കം വേഗത്തിലാക്കുന്നത് സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് നൽകും. വനഭൂമി വിട്ടുകിട്ടുന്നതിലെ സാങ്കേതിക തടസ്സങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും പദ്ധതിക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തിയിരുന്നു. എന്നാൽ കർശനമായ നിബന്ധനകളോടെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചു. നിർമ്മാണ വേളയിൽ പ്രകൃതിദത്തമായ ജലസ്രോതസ്സുകൾക്കോ ആവാസ വ്യവസ്ഥയ്ക്കോ കോട്ടം തട്ടുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ വിദഗ്ധ സമിതികളുടെ മേൽനോട്ടവും ഉറപ്പാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ തുരങ്കപാത ഒരു നാഴികക്കല്ലാണ്. പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് വികസന ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുന്ന നവകേരളത്തിന്റെ പ്രതീകമായാണ് ഈ പദ്ധതിയെ വിശേഷിപ്പിക്കുന്നത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മലബാറിന്റെയും പ്രത്യേകിച്ച് വയനാടിന്റെയും മുഖച്ഛായ തന്നെ ഈ സ്വപ്നപാത മാറ്റിവരയ്ക്കും. കേരള രാഷ്ട്രീയത്തിലും ദേവസ്വം ഭരണരംഗത്തും വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ച ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഈ ആഴ്ച നിർണായകമായ ഒരു ഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ A. പത്മകുമാർ ജയിൽ മോചിതനായി എന്നതാണ് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും ജാമ്യം ലഭിച്ചതോടെയാണ് മാസങ്ങൾ നീണ്ട ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയത്. ശബരിമല കട്ടിളപ്പാളിയിലെ സ്വർണം അപഹരിച്ച കേസിൽ കഴിഞ്ഞ നവംബർ 20-നായിരുന്നു പത്മകുമാർ ആദ്യം അറസ്റ്റിലായത്. ഈ കേസിൽ നേരത്തെ തന്നെ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ ഡിസംബർ 2-ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അപഹരിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ടാമത് അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങൽ നീണ്ടുപോയി. ദ്വാരപാലക കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നിശ്ചിത സമയത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് പത്മകുമാറിനെ തുണയായത്. 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായതോടെ നിയമപരമായ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി അദ്ദേഹം കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുകയായിരുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്നതിലെ കാലതാമസം കണക്കിലെടുത്ത് കോടതി ജാമ്യം അനുവദിച്ചതോടെ അഭിഭാഷകർക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം വൈകുന്നേരത്തോടെ അദ്ദേഹം ജയിലിനെ പുറത്തിറങ്ങി. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലയളവിൽ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് സ്വർണ്ണക്കൊള്ളയ്ക്ക് പത്മകുമാർ കൂട്ടുനിന്നു എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇതിനായി ദേവസ്വം മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക രേഖകളിൽ തിരുത്തൽ വരുത്തിയതായും അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമലയിലെ പുണ്യകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിലെ സ്വർണത്തിന്റെ അളവിൽ ക്രമക്കേട് നടത്തിയെന്നാണ് കേസ്. ഈ കേസിൽ A. പത്മകുമാർ ഉൾപ്പെടെ 8 പ്രതികളാണ് ഇതുവരെ ജാമ്യം നേടി പുറത്തിറങ്ങിയത്. ഇതിൽ 6 പേർക്കും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നുള്ള സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ, മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ N. വാസു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ S. ശ്രീകുമാർ എന്നിവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചു. തന്ത്രി കണ്ഠരര് രാജീവരെ, മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു എന്നിവർക്ക് കോടതി സാധാരണ ജാമ്യം അനുവദിച്ചിരുന്നു. നേരത്തെ ഈ കേസിൽ 41-ാം ദിവസം ജാമ്യം ലഭിച്ച തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ സ്വന്തം പാർട്ടി നേതാവായ പത്മകുമാറിനെ പാർട്ടി നൽകുന്ന രാഷ്ട്രീയ സംരക്ഷണം ഇരട്ടത്താപ്പാണെന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM നേതാവ് പത്മകുമാറിനെ ജാമ്യം കിട്ടാനുള്ള അവസരം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പിന്തുണയോടെ SIT ചെയ്തുകൊടുത്തെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അത് ഉറപ്പല്ലേ? കാരണം പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാതെ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം കിട്ടും. ആ ജാമ്യമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആ ജാമ്യം കിട്ടാനുള്ള അവസരം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പിന്തുണയോടുകൂടി SIT ചെയ്തു കൊടുത്തിരിക്കുന്നതാണ്. ഇത് ഉത്കണ്ഠപ്പെടുത്തുന്നതാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു. കാരണം ഇനി ഒരു തെളിവുമില്ല. ഇനി ഇവർ പുറത്തിറങ്ങിയാൽ എല്ലാ തെളിവുകളും നശിപ്പിക്കാനുള്ള രാഷ്ട്രീയ പിൻബലമുള്ള ആളുകളാണ് ഇപ്പം ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത്. അവർക്ക് ജാമ്യത്തിൽ പുറത്തിറക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് എങ്ങും എത്താതെ അവസാനിക്കാനുള്ള സാധ്യതയാണ്. എല്ലാ കേസിന്റെ പ്രസക്തിയും നഷ്ടപ്പെട്ട് തെളിവുകൾ കൂടി ഇനി നശിപ്പിക്കും. അത്രമാത്രം സ്വാധീനമുള്ള ആളുകളാണ് ഇനിയിപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്നത്.
അവരകത്തായിരുന്നപ്പോൾ തെളിവ് ശേഖരിക്കാൻ പറ്റില്ല. ഇനി അവർ പുറത്തായാൽ എന്തെങ്കിലും സാധ്യതകൾ തെളിവിൻ്റെ ഉള്ളത് മുഴുവൻ നശിപ്പിക്കപ്പെടും. ഈ കേസ് എങ്ങും എത്താതെ അവസാനിക്കുമെന്നുള്ള ഭയത്തിലാണ്. ആ ഉത്കണ്ഠ പ്രതിപക്ഷം ഒരു മാസം മുമ്പേ പങ്കുവച്ചതാണ്. ഞങ്ങൾ നിയമസഭയിൽ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തി. അന്ന് മന്ത്രിമാരൊക്കെ അതും ഇതൊക്കെ പറഞ്ഞു. പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. ആ കേസ് പ്രതികൾ മുഴുവൻ CPM-മായി ബന്ധപ്പെട്ടവരാണ്. ഇനി അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരിലേക്ക് പോയില്ലല്ലോ. പിന്നെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരിലേക്ക് ആ കേസ് പോയില്ലല്ലോ. അവരെയെല്ലാം രക്ഷിക്കാൻ ഇപ്പോൾ ഉള്ളവരെ രക്ഷിച്ചാലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവർ പുറത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ പുറത്ത് നിൽക്കുന്നവർ കൂടി പ്രതികളാവും. അതുകൊണ്ട് അകത്തുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ പരിണതഫലമാണ്. തീർച്ചയായിട്ടും കാരണം കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷെ 90 ദിവസത്തിനുള്ളിൽ അവർക്കൊരു പ്രാഥമിക കുറ്റപത്രം കൊടുക്കാമായിരുന്നു. മുഴുവൻ കുറ്റപത്രം വേണ്ട, 90 ദിവസത്തിനുള്ളിൽ ഒരു പ്രാഥമിക കുറ്റപത്രം കൊടുത്തു. അതിൻ്റെ ഇടയിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. ആ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്ന് പോലും പറഞ്ഞില്ല. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്, തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്തിൻ്റെ പുറത്താണ് അറസ്റ്റ് ചെയ്തത്, എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത് എന്ന് പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത SITക്ക് ഉണ്ടെന്ന് ഞാൻ ജനുവരി 11 തന്നെ പറഞ്ഞാണ്. ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് തെളിവിൻ്റെ കണിക പോലും അദ്ദേഹത്തിനെതിരെ ഇല്ല എന്ന് കോടതി പറയാണ്. അല്ലല്ല, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് SITയുടെ പ്രസക്തി നഷ്ടപ്പെടുകയാണ് ഉറപ്പായിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കാരുത്. ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം ദേവസ്വം ബോർഡിൽ കാണാതായിരിക്കുകയാണ്. ഫയലുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, എത്ര വർഷമായി സംഭവം തുടങ്ങിയിട്ട്? ഇതിൽ CPM നവോത്ഥാനം ഉണ്ടാക്കാൻ പോയി, ഇതെല്ലാം പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറിയതാണ്. പിന്മാറിയതിട്ടും എത്രയോ വർഷമായി. അവർ മാപ്പ് പറഞ്ഞ് പിന്മാറിയതാണ്. എന്നിട്ടും സുപ്രീം കോടതിയിൽ എന്തുകൊണ്ടൊരു സത്യവാങ്മൂലം സമർപ്പിച്ചില്ല? ഇപ്പോൾ ദേവസ്വം ബോർഡാണ് തീരുമാനമെടുത്തിരിക്കുന്നത്, പാർട്ടി തീരുമാനമെടുത്തില്ല. ഗവൺമെൻറ് ആണല്ലോ അഫിഡവിറ്റ് കൊടുക്കേണ്ടത്. ഗവൺമെൻറ് അത് കൊടുക്കാതെ മനഃപൂർവ്വമായിട്ട് വൈകിപ്പിക്കുകയാണ്. ഇപ്പോൾ നവോത്ഥാനം എന്ന് ചോദിച്ചാൽ അതുമല്ല, സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണെന്ന് വെച്ചാൽ അതുമല്ല. അമ്മാത്തുനിന്ന് പുറപ്പെട്ടു ഇല്ലത്തെ എത്തിയിട്ടില്ല എന്ന് പറയുമല്ലോ പണ്ട്. അതേപോലെയാണ് ഗവൺമെന്റിന്റെ സ്ഥിതി ഇക്കാര്യത്തിൽ. അതൊക്കെ സമയത്ത് ഇറങ്ങും. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലെ ഒരു അനിശ്ചിതത്വമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളത് മാറ്റിവെച്ചത്. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയോ ചെയ്താൽ 24 48 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റും. സർക്കാർ പറയണമല്ലോ, സർക്കാർ അഫിഡവിറ്റ് കൊടുത്താലല്ലേ ഔദ്യോഗികമാവുള്ളൂ. അഫിഡവിറ്റ് തിരുത്തി കൊടുക്കണ്ടേ? ആ അഫിഡവിറ്റ് തിരുത്തി കൊടുക്കാൻ ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല. അത് ചെയ്യട്ടെ, ചെയ്യുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റും. അല്ല, CPM ശിഥിലീകരിക്കപ്പെടുകയാണ്, LDF-ഉം. ഞാനത് നേരത്തെ പറഞ്ഞതാണ്. ടീം UDF ആയി UDF ഇങ്ങനെ നിൽക്കുമ്പോൾ LDF ശിഥിലീകരിക്കപ്പെടുകയാണ്. CPM-ൽ ഞാൻ എൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിലാണ് ഈ പുതുയുഗ യാത്രയിൽ നിരവധി സ്ഥലത്ത് CPM ലോക്കൽ നേതാക്കന്മാർ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. കോൺഗ്രസിലും മറ്റു പാർട്ടികൾ RSPയിൽ എല്ലാം മെമ്പർഷിപ്പ് എടുത്ത് വരികയാണ്. ഈ CPM-കാർ ഒരു കാലത്തും കാണാത്ത ഒരു രീതിയാണ്. CPM ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ശിഥിലീകരിക്കപ്പെടുകയാണ്. ഒരു സമയം അതേ UDF-ലേക്ക് വന്നല്ലോ. അതേ UDF-ൽ വന്ന് ഞങ്ങൾ സ്വീകരിച്ചല്ലോ പാലക്കാട് സുരേഷിനെ. അതിനെന്താ പ്രശ്നം? ഔദ്യോഗികമായി സ്വീകരിച്ചല്ലോ, ഞാനല്ല സ്വീകരിച്ചത് പാലക്കാട് വെച്ചിട്ട്. അത് വരട്ടെ, അത് നമ്മൾ ഉചിതമായ സമയത്ത് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാം. ആരോഗ്യരംഗം 1.5 കൊല്ലം മുമ്പ് ഞങ്ങളാണ് പറഞ്ഞത് ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്. ഇപ്പോൾ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള കാര്യത്തിലേ സംശയമുള്ളൂ. അതേപോലെ കിടക്കുകയാണ്, തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഈ ഡോക്ടർമാരുടെ സമരം അതൊക്കെ ചർച്ച ചെയ്ത് തീർക്കേണ്ട എത്രയോ നാൾ മുമ്പ് അവർ പ്രഖ്യാപിച്ചാണ്. അവരോട് മര്യാദയ്ക്ക് ഇരുന്ന് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് സംസാരിച്ച് തീർക്കണ്ടേ? ഡോക്ടർമാരെയും നഴ്സുമാരെയൊക്കെ കേരളത്തിൽ ഈ സമരത്തിലും കൂടി ഇറക്കിയ ഈ പൊതു ആരോഗ്യ രംഗത്ത് എന്തായിരിക്കും സ്ഥിതി? അവർ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സമരത്തിൽ ഇറങ്ങണല്ലേ? മര്യാദയ്ക്ക് ഒരു ചർച്ച പോലും നടന്നിട്ടില്ലല്ലോ അവരുമായിട്ട്. അവർ നേരത്തെയും കോളർ ഇട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെയും പണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കോളർ ഇട്ടിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടുന്ന പ്രത്യേക കോളറാണോ എന്ന് അന്വേഷിച്ചാൽ. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.